ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൊണ്ടേത്തമ്പലത്തിൽ കൊടിയേറുവാണ്. വർഷങ്ങൾ കൊണ്ടേ കൊടിയേറുന്ന ദിവസം നമ്മുടെ വക പാൽപ്പായസം ഉണ്ട്. അത് മുടക്കാതെ അച്ഛൻ ഇന്ന് വരെയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിനുള്ള ഒരുക്കങ്ങളിലാണ്. അപ്പം വിളക്ക് കത്തിക്കാനെ കൊണ്ട് വിളക്കിൻ്റെ എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ വിളക്ക് കത്തിക്കണം. എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ തീ പകർന്ന് വേണം നമ്മുടെ പായസം വെക്കുന്ന അടുപ്പിലോട്ട് വെക്കാനായിട്ട്. അപ്പോൾ അമ്മ തൊഴുതിട്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇതെല്ലാം ഒതുക്കി വെക്കാമെന്ന് കരുതി വെള്ളം എല്ലാം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ചാൽ മാത്രം മതി. എന്നിട്ട് ബാക്കി നമുക്ക് ഒരുപാട് പണികളുണ്ട്. അതെല്ലാം നമുക്ക് പുറകെ കാണാം കേട്ടോ. കത്തി കത്തി അറിയാം. കാശി കൊണ്ട് മാറി കാശി മാറി. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ അരി ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇനി അരി നല്ലതായിട്ട് വെന്തതിന് ശേഷമേ പാൽ ഒഴിക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ പാലെല്ലാം കട്ട് ചെയ്ത് വെക്കാവുന്നതായിരുന്നു. 30 കവർ പാലാണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത കവറിൽ ഇച്ചിരി വെള്ളം നിറച്ചത് കഴുകി ഒഴിക്കുവാണ് മനച്ചേട്ടൻ ചെയ്യുന്നത്. പിന്നെ എവിടെ ചെന്നാലും ഐസ്ക്രീം അല്ലേ പൊടിവാവയ്ക്ക് മുഖ്യം. പൊടിവാവ ഐസ്ക്രീം തിന്നുന്ന കണ്ടപ്പോഴത്തേക്ക് കാശിയും കരച്ചിലും തുടങ്ങി. ബാക്കി കാഴ്ചകൾ കാണാമേ.
ദീപാരാധന സമയമായപ്പോഴത്തേക്ക് നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ചേർന്ന് ഗ്ലാസ്സുകളെല്ലാം നിരത്തി പായസം എല്ലാം ഒഴിച്ചു വെച്ചിരുന്നു. തിളച്ച പായസം എടുത്ത് കുടിക്കുന്നതിന് ഇച്ചിരി തണുത്തിരുന്ന് കഴിഞ്ഞാൽ കുടിക്കാൻ എളുപ്പമുണ്ടല്ലോ, അങ്ങനെയാണ് നമ്മൾ ഒഴിച്ചു വെച്ചത്. പിന്നെ ഇതെല്ലാം കൂടെ കഴിഞ്ഞ് ആൾക്കാർ കൂടുമ്പോഴത്തേക്ക് നമുക്ക് വിളമ്പാനും പാടായിരിക്കും. അങ്ങനെ നമ്മൾ തീരുന്ന ഒഴിച്ചൊഴിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ പായസം എല്ലാം ഒഴിച്ച് ലാസ്റ്റ് അത്രയും ഗ്ലാസ് കൂടി ഉള്ളായിരുന്നു, അതും എല്ലാവരും എടുത്ത് കുടിച്ച് എല്ലാവർക്കും തികയുകയും ചെയ്ത് നമുക്ക് എല്ലാവർക്കും സന്തോഷമായി. എല്ലാ കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് ചേർന്ന് ഒത്തൊരുമിച്ച് നിന്ന് തന്നെ നമുക്കെല്ലാം ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞാണ് നമ്മളവിടെ ഇരിക്കുന്നത്. അപ്പോൾ പൊടിവാവ ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ കണ്ട് ഐസ്ക്രീമാണ്, മൊത്തം അത് കഴിച്ചില്ല, കുറച്ചേ കഴിച്ചുള്ളൂ, സൂപ്പറാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറയുവാണ്. അപ്പം അത് ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാന്നും പറഞ്ഞ് നമ്മൾ പരിപാടി കാണുന്നതിന് മുമ്പ് ഇങ്ങനെ പോകുന്നു കേട്ടോ. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.